ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനാ ബെൻഡറ്റ് പ്രയർ. ഇന്ന് ഈ പ്രഭാതം മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിനം മക്കളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഈ ഒരു ആഴ്ചക്കാലം മക്കളുടെ ജീവിതം ആരംഭിക്കുമ്പോൾ ഇന്ന് മക്കളുടെ ചെയ്യാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഈശ്വര കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട അപ്പനും അമ്മയും മക്കളുടെ ശിരസ് കൈവച്ച് ദൂരെയാണെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. സാധിക്കുന്നവരൊക്കെ ഈശ്വര തിരുഹൃദയത്തിന് മുമ്പിലോ പരിശുദ്ധ അമ്മയുടെയൊക്കെ ആ പ്രാർത്ഥനാ മുറിയിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥിക്കുവാൻ, മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക, പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തയ്യാറാവണമെന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം നൽകിയ അനുഗ്രഹം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബെൻഡറ്റ് പ്രയർ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന, മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. ഇന്ന് അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം 21 അധ്യായം 13 വചനമാണ്. ബുദ്ധിമാന്റെ ഉപദേശം വറ്റാത്ത നീരുറവയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളുടെ ജീവിതത്തിൽ അവർ മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ തക്കവണ്ണം കൃപയുള്ളതായി തീരട്ടെ. തെറ്റുകുറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നേർവഴിക്ക് നയിക്കുന്ന പല കൂട്ടുകാരും പലരുടെയും ജീവിതത്തിൽ താങ്ങി നിർത്തുന്ന, സഹായിക്കുന്ന ഒരു സുഹൃത്ത് ബന്ധമുണ്ടായിരിക്കാം. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ആപത്ത് ഘട്ടങ്ങളിൽ സഹായിച്ച ഒരു ചങ്ങാതി ഉണ്ടായിരിക്കാം. നമ്മുടെ മക്കളും അതുപോലെ ആക്കിയിരട്ടെ. മറ്റുള്ളവർക്ക് സഹായം കൊടുക്കുന്ന ഒരു ബുദ്ധിയോടുകൂടി, പരിശുദ്ധാത്മ നൽകുന്ന ബുദ്ധി നിറഞ്ഞുകൊണ്ട് ബുദ്ധിമാൻ്റെ ഉപദേശം നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അവർ നേടിയ കൃപ അവരുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൊടുക്കുകയും തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കുകയും നല്ലത് കണ്ടാൽ പ്രോത്സാഹിക്കുകയും ചെയ്തുകൊണ്ട് നല്ല ബന്ധങ്ങളിലൂടെ മുമ്പോട്ട് പോകുവാൻ, അങ്ങനെ നമ്മുടെ മക്കളും അഭിവൃദ്ധി പ്രാപിക്കുവാൻ, നാളുകളിൽ മക്കളുടെ ജീവിതത്തിൽ കൃപ നിറഞ്ഞുകൊണ്ട് അവരുമായി ബന്ധപ്പെടുന്നവരൊക്കെ നമ്മുടെ മക്കളെക്കുറിച്ച് പറയുവാൻ, കണ്ടോ അവൻ നല്ലവനാണ്, നല്ല കുട്ടിയാണ്, പെൺകുട്ടിയെക്കുറിച്ചാണെങ്കിൽ നല്ലതാണ്, അവളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു ശാന്തത ലഭിക്കുമെന്ന് മറ്റോട് പങ്കെടുക്കുവാനും, നമ്മുടെ മക്കളുടെ ഉള്ളിലുള്ള പ്രകാശം മറ്റുള്ളവർക്ക് അത് ആശ്വാസമായി കടന്നു ചെല്ലുവാനും, കുടുംബത്തിന് പ്രിയപ്പെട്ട അപ്പനും അമ്മയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പ്രിയപ്പെട്ട മകൾ അനുഗ്രഹമായി നിന്നുകൊണ്ട് അവരെ കണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാളുകളിൽ ഇടയുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ ജ്ഞാനത്തോടെ നല്ല സുഹൃത്ത് ബന്ധങ്ങളിൽ സ്വീകരിക്കുകയും ഞങ്ങളുടെ മക്കളിലുള്ള കൃപയാൽ നേർവഴിക്ക് നയിക്കുകയും ചെയ്യട്ടെ. കൂട്ടുകാരെ തെറ്റിൽ നിന്ന് തിരുത്തുവാനും നല്ല സദ്വചനം പറഞ്ഞു കൊടുക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ മക്കൾക്ക് കൃപയേറണമേ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ നല്ല സുഹൃത്ത് ബന്ധങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും വചനം പങ്കുവെക്കുകയും ചെയ്യട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.